അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, നീ ടെൻഷനുകളും വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളെല്ലാം ഞങ്ങളിൽ നീക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സകലത്തിനും വിജയം നൽകണേ അല്ലാഹ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിക്ർ ചെല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളും നേട്ടങ്ങളാണ്. അവന്റെ ഐതിഹ്യവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങൾക്കും ശാശ്വത പരിഹാരമാണ്. അത്രയ്ക്കും പവർഫുള്ളായ ഒരു ദിക്റാണ്, വലിയ മഹത്വമുള്ള ദിക്റാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിഷമങ്ങൾ അകന്നു പോകും, ടെൻഷനുകൾ അകന്നു പോകും. അവനെ ഒരു പ്രയാസത്തിൽ കൊടുക്കാൻ അല്ലാഹു അല്ലാതെ ആരുദ്ദേശിച്ചാൽ നടക്കുകയില്ല. അത്രയും മഹത്വമായ ഒരു ദിക്റാണ്. അതുപോലെ തന്നെ അവന്റെ റിസ്ക് വിശാലമാകും. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ്. അല്ലാഹു അവന്റെ ഭക്ഷണത്തിൽ വിശാലത, ഭക്ഷണത്തിൽ വിശാലത എന്ന് പറഞ്ഞാൽ ഭവനത്തിനും വാഹനത്തിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു റിസ്കിൽ അവന് വിശാലത നൽകുന്നതാണ്. ഭക്ഷണത്തിലും ഭവനത്തിലും പാർപ്പിടത്തിലും വസ്ത്രത്തിലും എല്ലാം അല്ലാഹു വിശാലത നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ദിക്ർ ചെല്ലുന്നവർക്ക് ഉദ്ദേശ കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിചാരിക്കാത്ത വഴികളിലൂടെ അവന്റെ ഭൗതിക കാര്യ സൗകര്യങ്ങൾ ഒഴുകി വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല പവറുള്ള ഒരു ദിക്റാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള ഒരു കാര്യമാണ്, നിസ്കാരം അതിന്റെ മുറ പോലെ നിങ്ങൾ നിലനിർത്തണം, ഒഴിവാക്കരുത്. അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ തേടിയാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ നമ്മൾ 5 നേരത്തെ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം നമ്മൾ ഈ ദിക്റുകൾ കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നമ്മുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോക പ്രശസ്ത പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഹംബലി മദ്ഹബിന്റെ സ്ഥാപകനാണ് അദ്ദേഹം ഒരിക്കൽ തന്റെ വീട്ടിൽ നിന്നും അകലെയുള്ള ഒരു നാട്ടിൽ എത്തിപ്പെടുകയുണ്ടായി. ആ നാട്ടിൽ അദ്ദേഹത്തെ പരിചയമുള്ള ആളുകൾ കുറവായിരുന്നു. നല്ല പ്രായമുള്ള വൃദ്ധനായ സമയത്താണ് അദ്ദേഹം ആ നാട്ടിലെത്തപ്പെട്ടത്. കാരണം മഹാനൊരു ലോക പ്രശസ്ത പണ്ഡിതനാണ്, പക്ഷെ ജനങ്ങൾക്ക് അറിയില്ല. അദ്ദേഹം ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് അറിയില്ലല്ലോ, ഇന്നത്തെ പോലെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പ്രായമുണ്ട്. ഇശാ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം പള്ളിയിൽ തന്നെ ഇരുന്നു. കാരണം അദ്ദേഹത്തിന് പോകാൻ വേറെ ഒരിടവും ഉണ്ടായിരുന്നില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇശാ നമസ്കാരം കഴിഞ്ഞ പള്ളിയിൽ തന്നെ ഇരുന്നു. വേറൊരു സ്ഥലത്തും പോകാൻ മഹാനവറുകൾക്ക് സ്ഥലമുണ്ടായിരുന്നില്ല. ആ സമയത്ത് പള്ളിയിലെ പരിചാരകനോട്, എനിക്കിവിടെ ഈ രാത്രിയിൽ കഴിയാൻ നിങ്ങൾ സൗകര്യം തരണമെന്ന് പറഞ്ഞപ്പോൾ ആ പള്ളിയിലെ പരിചാരകൻ അവിടെ താമസിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണല്ലോ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മളെ പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ കിടക്കാൻ ഒരു പക്ഷെ സൗകര്യം ചെയ്യണമെന്നില്ല. കാരണം പല വിഷയങ്ങളും ഉണ്ടാകാം, പല ഭയങ്ങളുണ്ടാകും. അതുകൊണ്ട് ചിലപ്പോൾ പരിചയമില്ലാത്തവര് നമ്മൾ അങ്ങനെ സ്വാഭാവികമായിട്ടും, കാരണം പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ പക്ഷേ സമ്മതിക്കണമെന്നില്ല. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, എനിക്കൊരു അല്പസ്ഥലം തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ആ പരിചാരകൻ സമ്മതിച്ചില്ല. അങ്ങനെ ആ പള്ളിയിൽ നിന്നും ഇറങ്ങി അങ്ങനെ നടക്കുമ്പോൾ പാവപ്പെട്ടവനായ ഒരു വ്യക്തി അദ്ദേഹത്തെ കാണാനിടയായി. അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി, ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതാണെന്നും എനിക്കിന്ന് തങ്ങാൻ വേറൊരു ഇടമില്ല എന്നും പറഞ്ഞപ്പോൾ ആ പാവപ്പെട്ടവനായ വ്യക്തി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അദ്ദേഹം അറിയുന്നില്ല ഇതാരാണ്, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയ ആളെന്നറിയില്ല. പഠിച്ചവനെ, ഇത് ആരാണെന്ന് ഒരു പിടുത്തവുമില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഒരാൾ താമസിക്കാൻ വേറൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയതാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കിടക്കാൻ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കിടക്കാൻ വീട്ടിൽ റൂം സൗകര്യം ചെയ്തു കൊടുത്തു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന ആ വ്യക്തി, അതായത് ആ വീട്ടിന്റെ ഉടമസ്ഥൻ, അദ്ദേഹം ദിനചര്യകളിൽ കടക്കുകയാണ്. ദിനചര്യയിലേക്ക് കടക്കുകയാണ്. കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തി സാധാരണ ചെയ്യാറുള്ള ജോലികളൊക്കെ ചെയ്യുകയാണ്. അദ്ദേഹം രാത്രിയാണ് അദ്ദേഹത്തിന്റെ ജോലികൾ ചെയ്തിരുന്നത്. അദ്ദേഹം ഒരു റൊട്ടി വിൽപ്പനക്കാരനായിരുന്നു. അദ്ദേഹം രാത്രിയാണ് ഈ റൊട്ടികൾ ഉണ്ടാക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ വീട്ടുടമസ്ഥനായ വ്യക്തിയിൽ നിന്നും അപ്പുറത്തെ റൂമിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. രാത്രിയുടെ യാമങ്ങൾ. കുറെ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. വളരെയധികം ജിജ്ഞാസ
അടക്കി നിർത്താൻ കഴിയാതെ റൊട്ടി വിൽപ്പനക്കാരന്റെ അടുക്കൽ പോയി ചോദിക്കുകയാണ്, നിങ്ങൾ കുറെ നേരമായി അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നിങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ കുറച്ചു നേരം അങ്ങനെ പൂരി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നേട്ടവുമുണ്ടോ എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ഇസ്തിഗ്ഫാർ ചൊല്ലി അന്ന് മുതൽ ഇന്ന് വരെ എന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്റെ ഒരു പ്രാർത്ഥന മാത്രമാണ് അല്ലാഹു തിരസ്കരിക്കപ്പെട്ടിട്ടുള്ളത്. ആ റൊട്ടി വിൽപ്പനക്കാരൻ പറയുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, അത് ഏത് പ്രാർത്ഥനയാണ്? നിങ്ങൾ അല്ലാഹുവിനോട് ഇതുവരെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുകയും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചില്ല നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഏത് പ്രാർത്ഥനയാണെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആ റൊട്ടി വിൽപ്പനക്കാരൻ പറയുകയാണ്, ലോക പ്രശസ്തനായ പണ്ഡിതൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു ആ മഹാപണ്ഡിതനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ കണ്ടുമുട്ടണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം മാത്രം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ ഞാനാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ ഞാനാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ പറയുന്നു, അല്ലാഹു ആണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും അദ്ദേഹത്തോട് പറഞ്ഞതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ അങ്ങനെ ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മൾ ചോദിക്കപ്പെട്ടാൽ എത്ര അത്ഭുതകരമായ കാര്യങ്ങളും അല്ലാഹു നടത്തി തരുന്നതാണ്. എത്ര കാര്യങ്ങളാണ് അല്ലാഹു നടത്തി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലുന്നവർക്ക് 3 വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പായും ലഭിക്കുന്നതാണ്. ഒന്ന്, നമുക്ക് വിഷമമുണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവുകയില്ല. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന ദിക്ർ ധാരാളം വർദ്ധിപ്പിച്ചാൽ വിഷമങ്ങളും ടെൻഷനുകളും ഉണ്ടാകില്ല. അത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. 2, അവരെ പ്രയാസത്തിൽ കൊടുക്കാൻ ആരുദ്ദേശിച്ചാലും നടക്കൂല. രണ്ടാമത്തത് നബിതങ്ങൾ പറഞ്ഞുതരാണ്, അവരെ കൊടുക്കാൻ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന വ്യക്തിയെ കൊടുക്കാൻ ആരുദ്ദേശിച്ചാലും നടക്കുകയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കണേ. മൂന്നാമത്തത് പോലെ തന്നെ അവരെ റിസ്ക് വിശാലമാകും. ഈ 3 ഗുണങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കണ്ട, റിസ്ക് ഭക്ഷണ വിശാലത കിട്ടും മുഅ്മിനീങ്ങളെ. റിസ്ക് വിശാലത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വസ്ത്രത്തിനും എല്ലാ അല്ലാഹു സൗകര്യങ്ങളും വിശാലമാക്കി തരും. അതുകൊണ്ട് നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് ധാരാളം നിങ്ങൾ ചൊല്ലണേ മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ഈ ദിക്ർ ഒരു ഉദ്ദേശം വെച്ച് 1,24,000 പ്രാവശ്യം ചൊല്ലി തീർത്താൽ 1,24,000 പ്രാവശ്യം ചൊല്ലി തീർത്തതിന് ശേഷം അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ദുആ ചെയ്യുമ്പോഴേക്കും അവന്റെ ആഗ്രഹം പൂവണിയുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ 3 പ്രാവശ്യം നിങ്ങൾ ഇതേ പ്രകാരം ചൊല്ലുക. എന്നാൽ ഉറപ്പായും അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്. അല്ലാഹുവേ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട് മുഅ്മിനീങ്ങളെ. മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഭവനമില്ലാത്തവരുണ്ട്. മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു അതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതുപോലെ ജീവിതത്തിന്റെ പല പ്രയാസങ്ങളിൽ കുടുങ്ങപ്പെട്ടവരുണ്ട്, കടക്കാറുണ്ട്. ഇതുപോലെ നിങ്ങൾ 1,24,000 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി തീർത്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രപഞ്ചസ്ഥാവായ അല്ലാഹുവിനോട് നിങ്ങൾ പറഞ്ഞാൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ,
എന്നാൽ ഉറപ്പായും അള്ളാഹു ഉത്തരം കിട്ടും. പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്ത് ഉദ്ദേശം വെച്ച് ചൊല്ലിയാലും ആഗ്രഹം നിറവേറും. അതുകൊണ്ട് നിത്യവും ഇത് പതിവാക്കുക. നമുക്ക് ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ എത്രത്തോളം ചൊല്ലാൻ കഴിയുമോ നിങ്ങൾ അത്രത്തോളം ചൊല്ലുക. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അല്ലാഹു നൽകുന്നതാണ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. നീ ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാൻ ഇതെല്ലാം ഒരു കാരണമാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിഅഹ്ബാബിനാ വലിഅശായിരിനാ വലിഖബായിലിനാ വലിജീറാനിനാ വലിമൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലിമൻ ലഹു വഖുന അലൈനാ വലിജമീഇ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖിനാ റബ്ബനാ ശർറ മാ ഖദീത്. അർഹമർ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളീ പറഞ്ഞതും കേട്ടതെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുകൂടെ ഖബറിലെത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ വളർത്തിയവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളെ സഹായിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പലരും ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അവിടെ ഖബറിടങ്ങൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് റബ്ബേ, കടങ്ങൾ വിടാനുള്ള വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് അല്ലാഹ്, നീ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുവേ, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. അതുപോലെ കാരുണ്യവാനായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്, എല്ലാ മേഖലകളിലും വിജയങ്ങളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളുടെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള മാരകമായ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവിടെ പഠന മേഖലകളിൽ നീ വിശാലത നൽകണേ അല്ലാഹ്. നല്ല ബുദ്ധിപൂർവ്വം നൽകണേ അല്ലാഹ്. അവിടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെല്ലാം സർവ്വ അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. സന്തോഷങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.